നമസ്കാരം. നടക്കുംതോറും തെളിയും വഴികൾ. യാത്രകൾ മനുഷ്യന് വിനോദവും വിജ്ഞാനവും അനുഭവങ്ങളും അനുഭൂതിയും പകർന്നു നൽകുന്നു. പ്രാചീനകാലം മുതൽ അതിജീവനത്തിനും ഉപജീവനത്തിനും വിനോദത്തിനുമായി മനുഷ്യൻ യാത്രകൾ ചെയ്യുന്നു. ഇന്നും ദേശാതിർത്തികളും രാജ്യാതിർത്തികളും കടന്ന് മനുഷ്യർ യാത്രകൾ തുടരുന്നു. ഓരോ യാത്രകളും ജീവിത വഴികളെ കൂടുതൽ തെളിച്ചമുള്ളതാക്കുന്ന അനുഭവ പാഠങ്ങളായി മാറുന്നു. അനുഭവങ്ങളും അനുഭൂതികളുമായി നമ്മിൽ വന്നു നിറയുന്ന ചില ജീവിതയാത്രാരേഖകളാണ് നാം ഈ യൂണിറ്റിൽ പരിചയപ്പെടുന്നത്. യൂണിറ്റ് പ്രവേശകമായി നൽകിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരി സുജാത ദേവിയുടെ കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കത്താണ്. സുജാത ദേവി പ്രശസ്ത സാഹിത്യകാരിയും സഹോദരിയുമായ സുഗതകുമാരിക്ക് എഴുതിയ കത്താണ് പ്രവേശകം. 2 മാസക്കാലത്തെ ദീർഘമായ ഹിമാലയൻ യാത്രയ്ക്കൊടുവിൽ തൻ്റെ അനുഭവങ്ങളെയും തിരിച്ചറിയലുകളെയും ജീവിതപാഠങ്ങളെയും കുറിച്ച് സുജാത ദേവി സഹോദരിക്ക് എഴുതുന്നു. നമുക്ക് കത്തു പരിചയപ്പെടാം. പ്രിയപ്പെട്ട ചേച്ചി, എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട്? 2 മാസം. ഇത്ര നാൾ തനിച്ച് വീട്ടിൽ നിന്നു മാറി നിന്നിട്ടേയില്ല. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്നു നേടുന്നതിലെത്രയോ അധികം അനുഭവ പാഠങ്ങൾ 2 മാസത്തെ യാത്രയിൽ നിന്നു ഞാൻ പഠിച്ചു. കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിൻ്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്നു തോന്നുന്നു. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തിയുറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാൻ, റിസർവേഷനില്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ. പോരെ, മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ? ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ. കാടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളമൊന്നു വേറെ. അത് സുഖകരമായ അനുഭൂതിയാണ്. കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കുകളില്ല. ആ ഐന്ദ്രിയ അനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയായെങ്കിൽ ഞാൻ ധന്യയായി. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസറാക്കുമോ എന്നറിയില്ല. എന്തായാലും നിധികുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്നു ഞാൻ കരുതുന്നു. അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടിനിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു. ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ, ഇത് എത്തേണ്ടയിടത്തു ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ. വേഗം നാട്ടിലെത്താം. വീട്ടിലെത്താൻ തിരക്കായി. സ്വന്തം അനിയത്തി. സുജാത ദേവി. കാടുകളുടെ താളം തേടി. കത്തു പരിചയപ്പെട്ടല്ലോ. കത്തിൽ യാത്രിക സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു എന്ന് യാത്രിക കുറിക്കുന്നു. തീർച്ചയായും എന്താണ് ഹിമാലയത്തിലൂടെ, ഒപ്പം എന്താണ് വനഭൂമികളിലൂടെ ഒക്കെ നടത്തിയ ഈ യാത്ര, അത് തനിക്ക് എല്ലാ അർത്ഥത്തിലും ഒരു ഹിമാലയൻ യാത്രയായിരുന്നു എന്ന് കുറിക്കുമ്പോൾ യാത്രയുടെ ദൈർഘ്യവും ക്ലേശവും തീവ്രതയും വായനക്കാരന് അനുഭവവേദ്യമാകുന്നു. ഞാൻ പഠിച്ച ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി ഈ യാത്രയിൽ പഠിച്ചത് എന്നും ലേഖിക കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം തൻ്റെ അനുഭവങ്ങളെ, ആ അനുഭവ പാഠങ്ങളെ, ചുറ്റുപാടുമുള്ള ആളുകളുമായി ഇടപഴകിയപ്പോൾ ലഭിച്ച അനുഭവങ്ങളെ, ഒപ്പം എന്താണ് യാത്രയിലുണ്ടായ നിരവധിയായ അനുഭവങ്ങളെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് പരുക്കൻ ജീവിത പാഠങ്ങളെന്ന് ലേഖിക പറയുക. കാടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളമൊന്നു വേറെ. അത് സുഖകരമായ അനുഭൂതിയാണ്. കാടും മലയും പുഴയും തന്നതൊക്കെ പറയാൻ വാക്കുകളില്ല എന്നും ലേഖിക കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം നാട്ടിലൂടെയുള്ള യാത്രയേക്കാൾ ക്ലേശകരവും ഒപ്പം എന്താണ് അനുഭൂതിദായകവുമായിരുന്നു കാടിനുള്ളിലൂടെ നടത്തിയ യാത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അന്യരായ മനുഷ്യരുടെ കണ്ണീരും നോവും ചിരിയും കലർന്ന കഥകൾ സ്വന്തമായി മാറി എന്നും ലേഖിക കുറിക്കുന്നുണ്ട്. തീർച്ചയായും എന്താണ്, യാത്രകൾ നൽകുന്ന അനുഭവങ്ങൾ, ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങൾ, ജീവിത കഥകളൊക്കെ സ്വന്തമാക്കുവാൻ തീർച്ചയായും ഈ യാത്രികയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. 2 മാസം നീണ്ട യാത്രയാണ് ലേഖിക നടത്തിയത്. സാധാരണ ജീവിതത്തിൽ നിന്നു കിട്ടുന്നതിനപ്പുറമുള്ള ജീവിത പാഠങ്ങളാണ് ഈ യാത്രയിലൂടെ ലഭിച്ചത്. അറിവുകളും അനുഭവങ്ങളും അനുഭൂതികളും ലഭിച്ചു. നാട്ടിലൂടെയുള്ള യാത്രയിൽ നിന്നു ലഭിച്ച അനുഭവങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അനുഭൂതികൾ കാട്ടിലൂടെയുള്ള യാത്രയിൽ നിന്നും യാത്രികയ്ക്ക് ലഭിച്ചു. യാത്രിക നേടിയ അനുഭവ പാഠങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക. ഒരു ഹിമാലയൻ യാത്രയ്ക്കൊടുവിൽ സുജാത ദേവി തൻ്റെ സഹോദരിയും പ്രശസ്ത സാഹിത്യകാരിയുമായ സുഗതകുമാരിക്ക് എഴുതിയ കത്താണ് പ്രവേശക പാഠമായി നൽകിയിരിക്കുന്നത്. കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിലെ ഭാഗമായ ഒരു കത്താണിത്. 2 മാസക്കാലം നീണ്ട തൻ്റെ ഹിമാലയ യാത്രയിലെ അനുഭവങ്ങളാണ് യാത്രിക ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. വീട് നൽകുന്ന സുരക്ഷിതത്വത്തിൽ നിന്നു മാറി തനിച്ചു നടത്തിയ ദീർഘമായ ഒരു യാത്ര. ആ യാത്രയിൽ താൻ പഠിച്ച പരുക്കൻ ജീവിത പാഠങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അനുഭൂതികളെക്കുറിച്ചുമാണ് യാത്രിക ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടിയതിനേക്കാൾ അധികം അനുഭവങ്ങളാണ് 2 മാസക്കാലം നീണ്ട ഹിമാലയൻ യാത്ര യാത്രികയ്ക്കു നൽകിയത്. അവയൊക്കെയും പരുക്കൻ ജീവിത പാഠങ്ങളായിരുന്നെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തിയുറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലും ഒക്കെ കയറി യാത്ര ചെയ്യാൻ, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിലെ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ, ഇങ്ങനെ നിരവധി പ്രായോഗിക ജീവിതപാഠങ്ങൾ താൻ പഠിച്ചുവെന്ന് യാത്രിക എഴുതുന്നു. കാട് നൽകിയ അനുഭൂതികളെക്കുറിച്ചും യാത്രിക എഴുതുന്നുണ്ട്. കാടും മഴയും പുഴയും തന്നതൊക്കെ പറയാൻ വാക്കുകളില്ല എന്നും ആ ഐന്ദ്രിയ അനുഭൂതികൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റ് കവിതയായെങ്കിൽ ധന്യയായി എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അന്യരായ ആളുകളുമായി ഇടപഴകിയപ്പോൾ അവരുടെ ചിരിയും കണ്ണീരും നോവും സ്വന്തമായി മാറി. ഇങ്ങനെ ഹിമാലയം തന്നതൊക്കെ നിധികുംഭങ്ങളാണെന്ന് അവർ പറയുന്നു.